അപ്പോൾ ഇന്ന് ഞാൻ കടയിൽ പോയില്ല, കാരണം കുറച്ചധികം വീഡിയോ പിടിക്കാനുള്ളതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ചത്തെ ഡ്രസ്സാണ്. അപ്പോൾ അതിനുള്ള ബാക്കിലെ മെറ്റീരിയലാണ് ഇത്. ഫ്രണ്ടിലത്തെ മെറ്റീരിയൽ ഇതുമാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്രണ്ടിലത്തെ മെറ്റീരിയൽ എന്ന് വെച്ചാൽ അത്രയും ഉണ്ടായിരുന്നുള്ളൂ, ഫുള്ള് നമുക്ക് മുറിച്ചെടുക്കാണ്ടായിരുന്നില്ല. ഫ്രണ്ടിലും കിട്ടും, പിന്നെ കൈക്ക് ചിലപ്പോൾ ഫുള്ള് കിട്ടും, ചിലപ്പോൾ പകുതിയിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡ് എടുത്തേക്കുന്നത് പ്ലെയിൻ ആണ്. പിന്നെ അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം ഷോളിനെ നമ്മൾ മുറിച്ച് മാറ്റണം. അത്രയും കണക്കാക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഷോളിന് ഒരു 2.5 മീറ്റർ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ മുറിച്ച് മാറ്റണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് 8-ൻ്റെ പണി കിട്ടും. 8-ൻ്റെ അത് മാത്രമല്ല, നമ്മൾ ചിലപ്പോൾ ഒരു ടേപ്പ് അളന്ന് പിന്നെ 1 മീറ്റർ കൂടി എക്സ്ട്രാ അളക്കണം. ഒരു ടേപ്പ് 1.5 മീറ്റർ ആണല്ലോ, അപ്പോൾ 1 മീറ്റർ കൂടി എക്സ്ട്രാ അളക്കണം. ഇപ്പോൾ 1.5 മീറ്റർ നമ്മൾ അളന്ന് ഇനി 1 മീറ്റർ ചിലപ്പോൾ വർത്താനത്തിൻ്റെ ഇടക്ക് നമ്മൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞിരിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കറക്റ്റ് ആദ്യം 1.5 അളന്ന ഒരു ടേപ്പ് പിന്നെ 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ അത് നമ്മൾ അങ്ങോട്ട് മുറിച്ച് മാറ്റാം. ഷോളിന് ഇതിനൊക്കെ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും മെറ്റീരിയൽ എടുത്ത് തയ്ക്കേണ്ടത് തന്നെയാണ് ഭംഗി. മില്ലിൽ നിന്ന് എടുത്ത മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ വിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ തന്നെ വെട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യും. ആരെ സഹായം ഇല്ലാതെ നമുക്ക് മുറിച്ചെടുക്കാം. ഇതിൻ്റെ സൈഡിലൊക്കെ ഷോളിൻ്റെ സൈഡിലൊക്കെ ലേസ് വർക്കുള്ള ലേസാണ് വരുന്നത്. നിങ്ങൾക്ക് ഞാനതൊക്കെ കാണിച്ചു തരാം ഇങ്ങനത്തെ വർക്കാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് പിന്നെയും മാറ്റുന്ന സമയത്ത് പിന്നെ അളന്ന് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവരുത് ഏതാണ് മാറ്റിയേക്കണം എന്നുള്ളത്. ഒന്നുകൂടി നമുക്ക് കൺഫ്യൂഷൻ തീർക്കാനായിട്ട് ഒന്നുകൂടി നമുക്ക് അളന്ന് നോക്കാം. ഒരു ടേപ്പും പിന്നെ ഒരു 100 സെൻറ്റിമീറ്റർ ഉണ്ടാവുന്ന നോക്കാം. ചെറിയ അക്കത്തിൽ 100 സെൻറ്റിമീറ്റർ ഉണ്ടാവുന്ന നോക്കണേ. ഇപ്പോൾ ഒരു ടേപ്പ് 1.5 മീറ്റർ, പിന്നെ 100 സെൻറ്റിമീറ്റർ. കറക്റ്റാണ് ഇത് കണ്ടോ. പിന്നെ ഇനി നമ്മൾ ഷോൾ തയ്ക്കുന്ന സമയത്ത് 8 ഇഞ്ചോളം ഷോളിൻ്റെ വീതിയിൽ നിന്ന് കളയണം. ഇത് ഡയറക്റ്റ് നമ്മൾ തലയിലിട്ടിട്ട് അല്ലെങ്കിൽ സൈഡ് ഷോളായിട്ട് ഇട്ടിട്ട് അങ്ങനെ ചെറിയ വർക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ തേര് വശം കണ്ട അത് മാത്രം കളഞ്ഞാൽ മതിയാവും. വേറെ ബാക്കിയുള്ള വശങ്ങളൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 8 ഇഞ്ച് കളഞ്ഞാലും ശരിക്കും ഷോളിൻ്റെ വീതി ഉള്ളപ്പോൾ ഇത് കനം കുറഞ്ഞ ഷോളായതുകൊണ്ട് നമുക്ക് വലിയ വിഷയമില്ല കേട്ടോ. ഇതിൽ പിടിപ്പിക്കുന്ന ലേസ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ ലേസാണെന്നുള്ളത് ഇതുണ്ട്. സൈഡിൽ റോസ് കളർ പൈപ്പിംഗ് വരും, അതിൻ്റെ സൈഡിൽ ഈ ലേസും വരും കേട്ടോ. നാലേ ഭംഗി ഉണ്ടാവുള്ളൂ കാണാനായിട്ട്. നോക്കിക്കാൻ ഇതിങ്ങനെ പൈപ്പിങ് ഇതിൻ്റെ മുകൾ വശത്തായിട്ട് ഇതേപോലെ തയ്ച്ച് പൈപ്പിംഗ് ചെയ്യുന്ന വീഡിയോ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വരും ലൈറ്റ് റോസ് പൈപ്പിങ്. കാരണം ഇങ്ങനെ മാച്ചിങ് എടുക്കാൻ കാരണം ഡ്രസ്സിലും അതേപോലെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ മാച്ചിങ് എടുത്തത്. ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതും വരും, ലേസ് ഇതേപോലെ ഇങ്ങനെ വരും. അപ്പോൾ ഇത് കുറച്ച് പണിയുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് ഇത് സ്കാലപ്പ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് തുന്നി ചേർക്കുള്ളൂ കേട്ടോ. ഇതേപോലെ ഇങ്ങനെ തുന്നി ചേർത്ത് പിന്നെ ഇതിൽ നമ്മൾ റോസ് കളർ തന്നെ കല്ല് കൊടുക്കും കണ്ടോ. ഈ ഡിസൈൻ പോലെ ഈ ഡിസൈന് മാച്ചിങ് ആയിട്ട് തന്നെയാണ് ഇതെടുത്തിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ളത് ഫർദ പോലെയാണ് തയ്ച്ചെടുക്കുന്നത്. നമുക്ക് ഷോള് മടക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബോഡി മേൽവശം ഫ്രണ്ട് വശവും ബാക്ക് വശമൊക്കെ ഒരുമിച്ചിട്ടാണ് വെട്ടുന്നത്. അത് നമുക്ക് വെട്ടിയെടുക്കാം. ആദ്യം നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്താം. ലെങ്ത് അടയാളപ്പെടുത്തുമ്പോൾ താഴത്ത് നിന്ന് മുകൾ വശത്തേക്ക് വേണം ലെങ്ത് അടയാളപ്പെടുത്താനായിട്ട് കേട്ടോ. കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ 55 ഇഞ്ചാണ് ലെങ്ത്. ആ ലെങ്ത്തിൻ്റെ കൂടെ ലൈനിങ് ആയതുകൊണ്ട് 1 ഇഞ്ച് എക്സ്ട്രാ മേളിലേക്ക് എടുക്കുള്ളൂ. 55 എന്നുള്ളത് 55.5 എടുത്താലും മതി. മുകൾ വശത്തതാണ് നമ്മൾ 1.5 ഇഞ്ച് 2 ഇഞ്ച് എക്സ്ട്രാ കൂടുതൽ എടുക്കുന്നത്. അല്ലെങ്കിൽ ലൈനിങ് കാണാൻ പറ്റും താഴത്ത്. നോക്കിക്കോട്ടെ, ഞാൻ അളക്കണത് ശ്രദ്ധിച്ച് കാണണം. ഇതേപോലെ ഇങ്ങനെ വെക്കാം. കറക്റ്റ് ലെവലിൽ വേണം വെക്കാം. നോക്കിക്കേ, 55 ഇഞ്ച് മതി. ബാക്കി ഇവിടെ സ്ലീവാണ്. ഈ 55 ഇഞ്ചാണ് ലൈനിങ് എടുക്കേണ്ടത്. കൈക്ക് താഴ്ഭാഗത്ത് ചെറിയൊരു പീസ് വരും. അങ്ങനെ വന്നാലും വലിയ പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ 55-ൽ നിന്നും 1/2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൂട്ടുന്നുള്ളൂ. ഞാൻ
ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും കൈ വേണം വെട്ടാനായിട്ട്. അപ്പോൾ കൈയിൻ്റെ ലെങ്ത് ഇവിടെ വന്നിരിക്കുന്നത് 21 ഇഞ്ചാണ് കേട്ടോ കൈയിൻ്റെ ലെങ്ത്. അപ്പോൾ നമുക്ക് അളന്നെടുക്കാതെ, കാരണം ഈ 55 ഇഞ്ച് ലെങ്ത്തിന് ഇവിടെ കൈ കിട്ടും. അപ്പോൾ 21ൻ്റെ കൂടെ അര കൂട്ടിയാൽ മതിയാവും. കാരണം നമുക്ക് ഇത് തേരുവശമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ട, അരയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉള്ളിൽ എക്സ്ട്രാ ഒരു പീസ് ഇടുന്നുള്ളൂ. ബാക്കി ജോർജറ്റ് മെറ്റീരിയൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഇടുന്നത്, കൂട്ടി തയ്ക്കൂല. ഇത് കണ്ടു. അപ്പോൾ നമുക്ക് അമ്പർല എങ്ങനെ വേണമെങ്കിലും തയ്ക്കാം, പിന്നെ അഥവാ കൂട്ടി തയ്ക്കണമെങ്കിലും തയ്ക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വശത്ത് വേണം ഹാൻഡ് അടയാളപ്പെടുത്താൻ. ഇവിടെ തേരുവശമായതുകൊണ്ട് നമുക്ക് തയ്ക്കാൻ എളുപ്പവുമായിരിക്കും. താഴ്ഭാഗം മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല. അഥവാ എക്സ്ട്രാ ഒരു പീസ് വെച്ച് തയ്ച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പുറത്ത് ഭദ്രാവതി കടയാണ്, അതാണ് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ റോഡ് സൈഡും കൂടിയാണ് വീട്, അപ്പം അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. സൗണ്ട് കൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 21 ഇഞ്ച് ലെങ്ത്ത് നമ്മൾ അത് തന്നെ സെയിം എടുത്ത്, പിന്നെ നമ്മൾ നോക്കണ ഹാൻഡ് ബ്രെത്താണ്. ഹാൻഡ് ബ്രെത്ത് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 13.5 ഇഞ്ചാണ്. ഈ 13.5 എന്ന് പറയുമ്പോൾ അതിൻ്റെ /2 ആണ് കേട്ടോ അടയാളപ്പെടുത്തേണ്ടത്. 13.5ൻ്റെ പകുതി എത്രയെന്ന് പറയുക? 6.25. 6.25ൻ്റെ കൂടെ 2 കൂട്ടാം. അപ്പോൾ 7.25, 8.25. കറക്റ്റായിട്ട് അടയാളപ്പെടുത്തണേ. 8.25 ടേപ്പിൽ മെഷർ ചെയ്യാൻ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ചെസ്റ്റ് ബ്രെത്തിൻ്റെ 12 ഭാഗമാണ് കട്ടിംഗ് റൗണ്ട് പോയിന്റ്. അപ്പോൾ ഏതൊരാളുടെയും ചെസ്റ്റ് ബ്രെത്തിൻ്റെ 12 ഭാഗമാണ് കട്ടിംഗ് റൗണ്ട് പോയിന്റ്. അപ്പോൾ 40ൻ്റെ 12 ഭാഗം എത്രയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 40ൻ്റെ 12 ഭാഗം എന്ന് പറയുന്നത് 3.3 ആണ്. ഒന്നല്ലെങ്കിൽ നമുക്ക് 3.25 എടുക്കാം, അല്ലെങ്കിൽ 3.5 ആയിട്ട് എടുക്കാം. ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ 3.5 എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും ഇവിടെ നിന്നും ഇതും കറക്റ്റ് ആണോ എന്ന് നോക്കണം കേട്ടോ. ഇത് കണ്ടോ, 8.25, അത് കറക്റ്റ് ആയിരിക്കണം. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്നും ഇതിലേക്ക് കൈ ഒന്ന് വരച്ചു കൊടുക്കാം. താഴ്ഭാഗം ഞാനിങ്ങനെ ഇങ്ങനെ ഷേപ്പിലാണ് എടുക്കുന്നത്. അതിന്ന് ഇവിടെ നിന്നും ഈ താഴ്ഭാഗത്തെ ബോട്ടം ബ്രെത്ത് നമുക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത് നോക്കാം. അതായത് ഇന്നലെ ഞാൻ ബോഡിയിൽ മെഷർ അളവെടുക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നോക്കിക്കാം. അപ്പോൾ ഇതൊക്കെ ഈ തേരുവശമൊക്കെ കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മടക്ക് ഭാഗത്തെ തയ്യൽ മെഷർമെൻറ്റ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ മടക്ക് ഭാഗത്ത് കിട്ടിയിരിക്കുന്നത് 10.5 ആണ്. 10.5ൻ്റെ പകുതി 5.25. 5.25ൻ്റെ കൂടെ നമ്മളിപ്പോൾ സാധാരണ മടക്ക് ഭാഗത്ത് എടുക്കുന്നത് 1.5 ഇഞ്ചാണ് എക്സ്ട്രാ എടുക്കുന്നത്. 5.25 എന്ന് പറയുമ്പോൾ 6.25, 6.25. അതിനേലും 1 ഇഞ്ച് കുറവാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? അപ്പം നമുക്ക് മുകൾ വശത്ത് കിട്ടിയേക്കണ ഞാൻ ഒന്നും കൂടി പറയാം. 10.5. 10.5ൻ്റെ പകുതി 5.25, 6.25, 6.25. അപ്പം അതിൽ നിന്നും 1 ഇഞ്ച് കുറക്കുമ്പോൾ എത്രയും 5.25. കണ്ട, കയ്യിലെ താഴ്ഭാഗത്ത് അളവണ്ട 5.25. അപ്പം നമുക്ക് ഇവിടെ നിന്നും ഈ 5.25ലേക്ക് ഒരു ഡോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. നോക്കിക്കേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. ഷോൾഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് 15 ആണ്. അപ്പോൾ ബേക്കിന് നമുക്ക് പുറത്തിൻ്റെ ബാക്കിൽ എങ്ങനെയാണ് ഏറി നിൽക്കുന്ന പോലെയാണ് കഴുത്ത്, ബാക്ക് വശം ഒട്ടും ഉറക്കൂല. അപ്പോൾ 15ൻ്റെ പകുതി 7.5 ഇഞ്ച് സെയിം തന്നെ എടുക്കാം നമുക്ക്. നോക്കിക്കേ, കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ കൂടുതൽ എടുക്കരുത് കേട്ടോ. അടിവശം നമുക്ക് വെട്ടിക്കളയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത്രയും കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആ 7.5 തന്നെയാണ് സെയിം എടുക്കേണ്ടത്. പക്ഷേ ചിലവർക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, കാരണം കൈവണ്ണം കുറവാണ് ഇതിന്. അതുകൊണ്ട് നമുക്ക് 7 എടുത്ത് നോക്കാം. നോക്കിക്കേ, ഇതും 7 എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഷോൾഡർ കഴിഞ്ഞ് ഇങ്ങോട്ട് 7.5 അടയാളപ്പെടുത്തുന്നതിന് പകരം ഇവിടെ നിന്ന് താഴ്ഭാഗത്തേക്ക് 7 ഇഞ്ച് വേണം അടയാളപ്പെടുത്താൻ. കാരണം അത് കൈവണ്ണം കുറവായത് കൊണ്ടാണ്. എന്നിട്ട് നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ആദ്യം കൈ വെട്ടി മാറ്റാം. അപ്പോൾ കൈ വെട്ടി മാറ്റിയിട്ടുണ്ട്. കുറച്ച് ലൂസിലാണ് ഇത് തയ്ക്കുന്നത്, ഭയങ്കര ടൈറ്റായിട്ടല്ല തയ്ക്കുന്നത്. കൈ നമുക്ക് ഇവിടെ തന്നെ വെക്കാം. എന്നിട്ട് ഒന്നുകൂടി കുറച്ച് കയറ്റിയിടാം.
ഈ വീഡിയോ പിടിക്കാനുള്ള എളുപ്പത്തിനാണ് ഞാനിങ്ങനെ കയറ്റിയിടുന്നത്. അങ്ങനെ ഷോൾഡർ 7.5, കൈ 7 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി ചെസ്റ്റ് ബ്രെത്തിന്റെ 4/1 ഭാഗം ഉണ്ടാകും. 40/4. അത് എത്ര കിട്ടും? ആൻസർ 10 അല്ലേ? അതിൻ്റെ കൂടെ 2.25 കേട്ടോ നമ്മൾ കൂട്ടണം. അപ്പം ആൻസർ കിട്ടുന്നത് 12.25. അപ്പം നമുക്ക് ഇവിടെ നിന്ന് വേണം അടയാളപ്പെടുത്താൻ. എവിടെയാണോ 7 ഇഞ്ച് കിട്ടിയിരിക്കുന്നത് ആ ഭാഗത്തു നിന്ന് വേണം 12.25 ഇഞ്ച് അടയാളപ്പെടുത്താനായിട്ട്. അപ്പം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കാം. ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമുക്ക് ഈ സ്ക്വയറിൻ്റെ ഉള്ളിൽ ഒരു റൗണ്ട് വരച്ചു കൊടുക്കാം. ഈ റൗണ്ട് വരച്ചതിന് ശേഷം നമുക്കിതൊന്ന് അളന്ന് നോക്കാം. ഈ കൈയും കൈക്കുഴിയും തമ്മിൽ കറക്റ്റാണോ എന്നുള്ളത് നോക്കിക്കേ. ഇത് ഇവിടെ നിന്നും 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ കൈക്കുഴി അളന്ന് നോക്കാനായിട്ട്. നോക്കി, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് കൈവണ്ണം കുറവായിരിക്കും. അപ്പോൾ ഈ ഷോൾഡർ 7 എടുത്തിട്ടുണ്ടെങ്കിൽ 1/2 ഇഞ്ച് കുറവ് വേണം ഇവിടെ എടുക്കാനായിട്ട്. അപ്പോൾ ഇത് 7 ഇഞ്ചും ഇത് 7.5 ആണ്. അത് കൈവണ്ണം കുറവാണെങ്കിൽ ഇത് 13.5 ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് തയ്ച്ച് വരുമ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആവും. ചാള അതിലെ മാത്രമല്ലേ മുറിക്കാൻ പഠിക്കുള്ളൂ, ബാക്കിയൊക്കെ നമ്മളൊരു ഊഹം വെച്ചല്ലേ പഠിക്കണത്. അതുപോലെ തന്നെയാണ് ഏത് സംഭവവും. ഈ ജോലി മാത്രമല്ല, എല്ലാ ജോലിയും, ഏത് അടുക്കളപ്പണിയും. അപ്പോൾ നമുക്കിനി വേസ്റ്റ് ലെങ്ത് അടയാളപ്പെടുത്താം. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു വേസ്റ്റ് ലെങ്ത് ഒക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. അപ്പോൾ 13.5 ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത്. ഇവിടെ 1/2 ഇഞ്ച് പോകുന്നതുകൊണ്ട് അതിൻ്റെ കൂടെ എക്സ്ട്രാ 1/2 ഇഞ്ച് ചേർക്കണം നമ്മൾ. അങ്ങനെ 14 ഇഞ്ച്. അവിടെ നിന്നുള്ള വേസ്റ്റ് ബ്രെത്ത് 33 ഇഞ്ചാണ്. അപ്പോൾ 33ന്റെ 4/1 ഭാഗം പ്ലസ് 2.25. ഈ 2.25 എന്ന് പറയുമ്പോൾ 33ന്റെ 4/1 ഭാഗം എന്ന് പറയുമ്പോൾ 8.25 പ്ലസ് 2.25. അപ്പം ആൻസർ വരുന്നത് എത്രയാണ്? 10.5. നോക്കിക്കേ, 10.5 അല്ലേ കറക്റ്റ്? അപ്പോൾ 10.5 എടുക്കാം. നല്ല ഷേപ്പുള്ള ശരീരമാണ്. നമുക്ക് ഇവിടെ നിന്ന് ഈ ജോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊരു ജോയിന്റ് കൊടുക്കാം. പിന്നുള്ള ജോയിന്റ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ തുണിയുണ്ടെന്നും പറഞ്ഞ് ഇവിടെ നമ്മൾ ഒരു കാരണവശാലും ഇങ്ങനെ ബൾജ് ചെയ്തെടുക്കരുത്. അതായത് ഇങ്ങനെ എടുക്കരുത്, അതിനെ ഒതുക്കി കൊണ്ടുവരണം. നോക്കിക്കേ, ഇതേപോലെ ഇങ്ങനെ ഒതുക്കി വേണം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ബൾജായിട്ട് നിൽക്കും. അപ്പോൾ ഇവിടത്തെ ഈ വരക്കല് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് സീറ്റ് ലെങ്ത് എടുത്തിട്ട് അതിൻ്റെ സീറ്റ് ബ്രെത്ത് അടയാളപ്പെടുത്തി കൊടുത്താലും കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് പോകാം. അപ്പോൾ അതായത് സീറ്റ് ബ്രെത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 21 ആണ്. അവിടെ നിന്നുള്ള ചുറ്റളവ് 40 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ഈ ഫർദ മോഡൽ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ 21 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് 1/2 ഇഞ്ച് ഷോൾഡർ തയ്ച്ച് പോകുന്നുണ്ട്. 21 പ്ലസ് 1/2 21.5. അവിടെ നിന്ന് 40 ഇഞ്ചാണ് വണ്ണം വന്നിരിക്കുന്നത്. അപ്പോൾ ആ 40 ഇഞ്ചിൻ്റെ വണ്ണത്തിന് 4 അപ്പോൾ കിട്ടുന്നത് 10 ആണ്. പ്ലസ് സെയിം തന്നെ 2.25 കൂട്ടണം. അപ്പോൾ 12.25. നമുക്കിതിങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്താൽ കൺഫ്യൂഷൻ ഇല്ലാതെ വെട്ടിപ്പോകും. നോക്കിക്കേ, കണ്ട, ഇത്രയും കൂടെ ഒതുക്കണ്ട കേട്ടോ. കുറച്ച് ഇങ്ങനെ ഒതുങ്ങി വരണം. അറ്റം വരെ കേട്ടോ. നോക്കിക്കോ, അറ്റം വരെ ഇങ്ങനെ ഈ പോയിന്റ് വരെ നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കണം. പിന്നെ ചെയ്യേണ്ടത് ഈ ഷോൾഡർ ഭാഗം കണ്ട, ഈ ഷോൾഡർ ഭാഗം മുതൽ ടേപ്പ് വെക്കണം. ടേപ്പ് വെച്ചിട്ട് നമ്മൾ 55.5 എവിടെയാണോ നിൽക്കുന്നത് നമ്മൾ അങ്ങോട്ട് ടേപ്പ് വെക്കണം. കണ്ട, ഇതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ടേപ്പ് വെക്കണം. 55.5. പിന്നെ നമ്മൾ ഇവിടെ തന്നെ വെക്കണം. എന്നിട്ട് ഒന്നും കൂടി നമ്മൾ ഇങ്ങനെ വളച്ചു കൊടുക്കണം. എന്നിട്ട് അവിടെ 55.5 അടയാളപ്പെടുത്തണം. പിന്നെ നമ്മൾ ഈ പോയിന്റ് എത്തണ വരെ നമ്മൾ 55 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. കണ്ട, അത് ഈ ഫർദക്ക് മാത്രമല്ല കേട്ടോ, മാക്സിക്കും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം ചില മാക്സികൾ കണ്ടിട്ടുണ്ട് സൈഡ് തൂങ്ങി കിടക്കുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പൊ നമുക്കിതിങ്ങനെ വെട്ടിയെടുക്കാം. അപ്പോൾ ലൈനിങ് ആണ് എപ്പോഴും കറക്റ്റായിട്ട് വെട്ടേണ്ടത് കേട്ടോ. വെട്ടുന്ന സമയത്ത് ഈ ഭാഗം കൊണ്ടൊരു പോയിന്റ് ഇട്ട് കൊടുക്കണം. നമുക്ക് സെൻറ്റർ ഏതാണെന്ന് മനസ്സിലാവാനായിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ള വശവും കൂടി നമുക്ക് വെട്ടിയെടുക്കാം. വെട്ടാൻ അറിയാൻ പാടില്ലാണ്ടല്ല കേട്ടോ, വീഡിയോ പിടിക്കുന്ന സമയത്ത് അത് നോക്കി വേണം വെട്ടാനായിട്ട്. കാരണം വീഡിയോയിൽ ഇത് കിട്ടുന്നുണ്ടോ, ഞാൻ ഇത്ര നേരം ചെയ്തത് എനിക്ക് പാഴായി പോകരുതല്ലോ. ഫാൻ പോലും ഇടാതെയാണ് നമ്മളിതിങ്ങനെ വെട്ടിയെടുക്കുന്നത്. നല്ലോണം
വേർത്ത് കുളിക്കും. അപ്പോൾ ഡ്രസ്സിലേക്ക് വേർപ്പ് വീഴാനും പാടില്ലല്ലോ. പുതിയ തുണിയിൽ വെള്ളവും വേർപ്പൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതവിടെ പാടായിട്ട് നിൽക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഞാനിങ്ങനെ വലിച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വെട്ടിത്തരുന്നത്. അപ്പോൾ നമ്മൾ ലൈനിങ് വെട്ടാൻ പഠിച്ചു. ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു ലൈനിങ് ഞാൻ എപ്പോഴും വെട്ടി മാറ്റേണ്ടതാണ് മുകൾ ഭാഗത്ത് തുണിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.